Today we are going to discuss about fluids. A fluid is something which can flow. Fluidsന് definite shape ഉണ്ടായിരിക്കുകയില്ല. Its shape changes by the application of very small shear stress. Commonly, liquids and gases are fluids. ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും നമ്മൾ ഫ്ലൂയിഡ്സ് എന്നാണ് പറയുന്നത്. ദ നോർമൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സർഫസ് ഈസ് കോൾഡ് ത്രസ്റ്റ്. പ്രഷർ പോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ത്രസ്റ്റ്. ഇറ്റ് ഈസ് ദ നോർമൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സർഫസ്. ദെൻ what is fluid pressure? Pressure is defined as the normal force acting per unit area of a surface. See the difference between thrust and pressure. Or pressure is the thrust per unit area, where F is the force and A is the area. Thus, we can define pressure P as F by A. Pressure is a scalar quantity and its SI unit is Newton per meter square or Pascal. The dimensions are ml raised to minus 1, T raised to minus 2. A common unit of pressure is atmosphere. ATM എന്നാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. Atmosphere is the pressure exerted by one atmosphere is the pressure exerted by the atmosphere at sea level, and it is equal to 1.013 into 10 raised to 5 Pascal. What is meant by density? Density is the mass per unit volume of a fluid. It is represented by rho. Rho is equal to mass by volume, that is m by v. A liquid is largely incompressible and its density is nearly constant at all pressures. Density of gases changes with pressure. The dimension of density are ml raised to minus 3. Its SI unit is kilogram per meter cube. The density of water at 4 degrees Celsius is given by 1 into 10 raised to 3 kilogram per meter cube. കുറച്ച് ഫ്ലൂയിഡ്സിൻ്റെ ഡെൻസിറ്റിയാണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. Next, what is relative density? The relative density of a substance is the ratio of its density to the density of water at 4 degrees Celsius. ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ആ റേഷ്യോ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് പോസിറ്റീവ് സ്കെയിലർ ക്വാണ്ടിറ്റി. And now, Pascal's law. Pascal's law states that the pressure in a fluid at rest is the same at all points if they are at the same height. ഒരു വെസലിൽ നമ്മൾ ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഹൈറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സിലും ആക്ട് ചെയ്യുന്ന പ്രഷർ സെയിം ആയിരിക്കും എന്നതാണ് പാസ്കൽസ് ലോ കൊണ്ട് മീൻ ചെയ്യുന്നത്. സെയിം ഹൈറ്റിൽ പ്രഷർ സെയിം ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഡിഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പ്രഷറിൽ വേരിയേഷൻ ഉണ്ടാവും. സോ നമുക്ക് വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് ഒന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ബീക്കറിൽ നമുക്ക് ഫ്ലൂയിഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒരു ലിക്വിഡ് കോളം, ഒരു സിലിണ്ടറിക്കൽ ലിക്വിഡ് കോളം, വെള്ളത്തിൻ്റെ ഒരു കട്ട എന്ന് തന്നെ പറയാം. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു കട്ട നമ്മൾ അസ്യൂം ചെയ്യാണ്.
Consider a cylindrical element of fluid having base area capital A and height h. As the fluid is at rest, the resultant horizontal forces should be 0 and the resultant vertical forces should balance the weight of the element. ഫ്ലൂയിഡ് റെസ്റ്റിലായതുകൊണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സസ് 0 ആയിരിക്കും. വെർട്ടിക്കൽ ഫോഴ്സസ് ആയിരിക്കും ഈ വെള്ളത്തിൻ്റെ ഈ സിലിണ്ടറിക്കൽ കോളത്തിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത്. ഇഫ് mg is the weight of the fluid in the cylinder, we can write P2A minus P1A. അതായത് പി എ എന്ന് പറയുന്നത് ഫോഴ്സിന് ഇക്വലൻ്റ് ആയിരിക്കും. പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആയതുകൊണ്ട് പി എ എന്ന് പറയുന്നതായിരിക്കും ഫോഴ്സ്. സോ F2 മൈനസ് F1 എന്ന് പറയുന്നതിന് ഇക്വാലൻ്റ് ആണ് P2A മൈനസ് P1A. രണ്ട് ബേസിസിലും ഉള്ള ഫോഴ്സ് അവയ്ക്കുള്ള ഡിഫറൻസ് ആണ്. P2A മൈനസ് P1A ഇസ് ഈക്വൽ ടു mg. That is P2 minus P1 into A is equal to mg. If rho is the density of the fluid, we have mass is equal to density into volume. That is m is equal to rho v. വോളിയത്തിന് പകരം നമുക്ക് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നെഴുതാം. ദാറ്റ് ഈസ് റോ എ എച്ച് എന്നെഴുതാം. മാസ് ഇസ് ഈക്വൽ ടു റോ എ എച്ച്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് P2 മൈനസ് P1 ഇൻറ്റു എ ഇസ് ഈക്വൽ ടു റോ എ എച്ച് എന്നെഴുതാം. എ ആൻഡ് എ ക്യാൻസൽഡ്. ദസ് വി ഗെറ്റ് P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു റോ ജി എച്ച്. ഇതാണ് ഫൈനൽ ആൻസറായിട്ട് നമുക്ക് ലഭിക്കുന്നത്. If the top of the fluid element considered is open to the atmosphere, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഫ്ലൂയിഡ് എലിമെൻറ്റ്, ഈ വെള്ളത്തിൻ്റെ കട്ട ഏറ്റവും ടോപ്പിലാണ്, അതായത് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് P1 is equal to PA and P2 is equal to P. Therefore, P is equal to PA plus rho GH. Thus, പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡെപ്തിനനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ദ ലിക്വിഡ് പ്രഷർ ഈസ് ദ സെയിം അറ്റ് ഓൾ പോയിൻറ്റ്സ് അറ്റ് ദ സെയിം ഹൊറിസോണ്ടൽ ലെവൽ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ. ഈ ഇക്വേഷനിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ വാട്ട് ഈസ് ഗേജ് പ്രഷർ? The excess pressure P minus PA at depth h is called gauge pressure at that point. That is P minus PA is equal to rho GH is called gauge pressure. What is meant by hydrostatic paradox? നമുക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കുന്നുണ്ട് റെഗുലർ അല്ലാത്ത ഒരു ഷേപ്പ്. ഈ ഷേപ്പിൽ നമ്മൾ ഫ്ലൂയിഡ് ഒഴിച്ചു വെച്ചാൽ അപ്പോഴും ഒരേ ലെവലിൽ തന്നെ ഫ്ലൂയിഡ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആ ലിക്വിഡ് ലെവല് ഒരേപോലെ തന്നെ നിൽക്കുന്നതായിട്ട് കാണാം. whatever the shape of the container. The liquid level is independent of the shape of the container. This is called hydrostatic paradox. Hydrostatic paradox is a consequence of Pascal's law. How can we define atmospheric pressure? The pressure of the atmosphere at any point is equal to weight of a column of air of unit cross-sectional area extending from that point to the top of the atmosphere. ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അതിനു മുകളിൽ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലുള്ള എയർ
എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അറ്റ് സീ ലെവൽ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് 1.013 into 10⁵ Pascal. It is maximum on the surface and it decreases with altitude or height. Okay.